ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹർ ക്രാഫ്റ്റി ക്രോണിക്കിൾസ്. അപ്പോൾ ഇന്നെന്താ പതിവില്ലാത്തൊരു വെൽക്കം ഡയലോഗ് എന്ന് വിചാരിക്കണ്ട. കാരണം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ യൂട്യൂബ് ഷോർട്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. ഏപ്രിൽ ജേർണലിങ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കണ്ടൻറ്റൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ മെയ് ജേർണലിങ് ചെയ്യുമ്പോഴത്തേനും ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ജേർണലിങ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് റൂൾസോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു ഫ്രീ സ്റ്റൈൽ ആക്ടിവിറ്റിയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജേർണലിങ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ കാണാമല്ലോ. പകരം ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഐറ്റംസിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ പോയിട്ടാണ് വിൻറ്റേജ് പേപ്പേഴ്സൊക്കെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലോക്കൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ജേർണലിങ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ബുക്കാണ്. അതും ഞാൻ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പക്ഷെ ഞാൻ ജേർണലിങ് ബുക്ക് നമുക്ക് തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു കാർഡ്ബോർഡ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റുള്ള ഒരു ചാർട്ട് പേപ്പർ കീറി ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ അത് ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്തതല്ല, അതിവിടെ ഓൾറെഡി ഉണ്ടായതാണ്. പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സൊക്കെ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രൗൺ പേപ്പർ. അത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണിത്. പിന്നെ എനിക്ക് ബ്ലാക്ക് ചാർട്ട് വേണമായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് പോയി വാങ്ങാനായിട്ട് മടിയായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, ബ്ലാക്ക് പെയിൻറ് അടിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് വിൻറ്റേജ് ലുക്ക് വരുന്ന ഇംഗ്ലീഷ് റൈറ്റിങ്സും വേർഡിങ്സും ഒക്കെ ഉള്ള വാഷി ടേപ്പ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാഗസിൻസോ എന്തെങ്കിലും ഒരു പേജ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാനാണെങ്കിൽ കോഫി പൗഡർ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. വിൻറ്റേജ് പേപ്പേഴ്സ് ഉണ്ടാക്കാനും സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഞാനിപ്പോൾ വിൻറ്റേജ് പേപ്പേഴ്സ് പർച്ചേസ് ചെയ്തേക്കുന്നതാണ്, പക്ഷേ പർച്ചേസ് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ സാധാ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ കോഫി പൗഡർ എടുക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്യുക, പേപ്പർ കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടും പേപ്പേഴ്സിന്. പിന്നെ ഞാൻ മെയിലേക്ക് ഒരു നോട്ട് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്താൽ മതി. എനിക്ക് പിന്നെ അങ്ങനെ ചെയ്യാൻ തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഫോട്ടോഗ്രാഫ്സ് ഒട്ടിക്കണം എന്ന് മാൻഡേറ്ററി അല്ല, പകരം നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് മാഗസിനെന്നോ എങ്ങനെയായാലും ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഈ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.